മക്കളെ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ 2025-26 ഗവൺമെന്റിന്റെ അക്കാദമിക് കലണ്ടർ ചെയ്തിട്ടുണ്ട്, പുറത്ത് വന്നിട്ടുണ്ട്. സോ അതിന് നമുക്ക് 4 ആയിട്ട് എന്ത് ചെയ്യാം, തരംതിരിക്കാം. ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ പരീക്ഷയാണ്, രണ്ടാമത്തെ അവധി ദിനങ്ങളാണ്, മൂന്നാമത് വരുന്നത് മേള, നാലാമത്തെ എന്താണ്, അധിക പ്രവൃത്തി ദിനമാണ്. സോ ആദ്യത്തെ പരീക്ഷ നമുക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല എന്നറിയാം, എങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷ ഡേറ്റുകൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, പരീക്ഷ ആദ്യമായിട്ട് നമുക്ക് നടക്കുന്നത് ഓണപ്പരീക്ഷ എന്ന് വരുന്നത് ഓഗസ്റ്റ് 20 തൊട്ട് എന്നാണ് 27 വരെയാണെന്ത് ഓണപ്പരീക്ഷയുള്ളത്. അതിനുശേഷം നെക്സ്റ്റ് വരുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റ് ഡിസംബർ 11 തൊട്ട് 18 വരെയാണ്. സോ പെട്ടെന്ന് എന്താവും, എക്സാം കംപ്ലീറ്റ് ആയിക്കോളും. 25 ക്രിസ്മസ് ആഘോഷിക്കുന്ന നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 1 വീക്ക് മുമ്പ് എന്ത് ചെയ്യും, എക്സാം ഒക്കെ കഴിഞ്ഞ് ഫുൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, ഇരിക്കാം. സോ +2 പ്രാക്ടിക്കൽ എക്സാം 2026 ജനുവരി 22 എന്ത് സ്റ്റാർട്ട് ആവുന്നത്. സോ +2 ശ്രദ്ധയ്ക്ക്, പ്രാക്ടിക്കൽ ഇതാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അടുത്തത് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ +1 +2 മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 16 തൊട്ട് 23 വരെയാണ്. കൃത്യം 7 ദിവസം പടപടാന്ന് പരിപാടി എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ മെയിൻ എക്സാം, ഓക്കെ, 2026 മാർച്ച് 2 തൊട്ട് 30 വരെ 28 ദിവസം നമുക്ക് നീണ്ടുണ്ട് സമയം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം പഠിക്കാനുള്ള സമയം ഗ്യാപ്പുകളൊക്കെ എല്ലാവർക്കും കിട്ടും നമുക്ക് എന്ത് ചെയ്യാം, വിചാരിക്കാം. സോ പരീക്ഷകളുടെ ഡേറ്റുകൾ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവധി ദിനങ്ങളാണ്. ആദ്യമായിട്ട് നമ്മുടെ ഓണപ്പരീക്ഷ കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 29 എന്ത് ഓണപ്പരീക്ഷ കഴിഞ്ഞ് നിങ്ങളുടെ വെക്കേഷൻ എന്താവുന്നത് സ്റ്റാർട്ട് ആകുന്നത്. സെപ്റ്റംബർ 7 എന്ത് ചെയ്യും, വെക്കേഷൻ കംപ്ലീറ്റ് ആവും. 8 നമ്മുടെ സ്കൂൾ എന്ത് ചെയ്യും, വീണ്ടും റീ ഓപ്പൺ ചെയ്യും. നെക്സ്റ്റ് ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഡിസംബർ 19 തൊട്ട് എന്താണ്, ലീവാണ്. സോ ക്രിസ്മസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞ് ഡിസംബർ 29 ന്യൂ ഇയറിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും 2 ദിവസം മുമ്പ് നീന്നുണ്ട്, സ്കൂൾ നീന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട് നിങ്ങളുടെ ലോങ് വെക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് മാർച്ച് 31 എല്ലാവരും എന്ത് ചെയ്യുക, നന്നായി എക്സാം ഒക്കെ എഴുതി ഉള്ള വെക്കേഷനെ നന്നായിട്ട് എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. മക്കളെ, പരീക്ഷയും അവധി ദിനങ്ങളൊക്കെ തീർന്നു. ഇനി നമ്മുടെ സ്കൂൾ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കലാകായിക രംഗങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മേളയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സ്കൂൾ കായികമേള തിരുവനന്തപുരത്ത് ഒക്ടോബർ 22 തൊട്ട് 27 വരെയാണ് എന്ത് നടക്കുന്നത്. അതുപോലെ ശാസ്ത്രോത്സവം പാലക്കാട് ജില്ലയിലാണ് ഫിക്സ് ആക്കിയിരിക്കുന്നത്. നവംബർ 7 തൊട്ട് എന്താണ് 10 വരെയാണ്. സ്പെഷ്യൽ സ്കൂൾ കലോത്സവം മലപ്പുറം ജില്ലയിൽ 27 തൊട്ട് 30 വരെ നവംബർ മാസവും. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം സാംസ്കാരിക നഗരമായ തൃശ്ശൂർ ജില്ലയിൽ 2026 ജനുവരി 3 തൊട്ട് എന്നാണ് 7 വരെയാണ് നടക്കുന്നത്. സോ മക്കളെ, അവസാനമായിട്ട് ഇത്തവണത്തെ അക്കാദമിക് കലണ്ടർ നമുക്ക് ട്വിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഗവൺമെന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അധിക പ്രവൃത്തി ദിനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ജൂലൈ 26, അതുപോലെ ഒക്ടോബർ 25, ഈ 2 ഡേറ്റിലും UP ആൻഡ് ഹൈസ്കൂൾ വിഭാഗത്തിന് എന്തായിരിക്കും, അധിക പ്രവൃത്തി ദിനമായിരിക്കും. അതേപോലെ ഓഗസ്റ്റ് 16, ഒക്ടോബർ 4, ജനുവരി 3, ജനുവരി 31, ഈ 4 ഡേറ്റിലും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് എന്തായിരിക്കും, അധിക പ്രവൃത്തി ദിനങ്ങളായിരിക്കും. നമ്മുടെ അധിക പ്രവൃത്തി ദിനങ്ങളും പരീക്ഷാ ഡേറ്റുകളും മേളയുടെ ദിവസങ്ങൾ എന്നൊക്കെയാണ്, അതുപോലെ അവധി ദിവസങ്ങൾ എന്നൊക്കെയാണുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള 25-26 അക്കാദമിക് കലണ്ടറിൽ എല്ലാ ഡേറ്റുകളും മനസ്സിലായ സ്ഥിതിക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, കൃത്യമായി പ്ലാൻ ചെയ്യുക. ന്യൂട്ടൺസ് നിങ്ങളുടെ കൂടെ തന്നെ നീന്തുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും കട്ടൊക്കെ ഉണ്ടാവും.